ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ന് പൂരം ദിവസമാണ് കേട്ടോ. ഇല്ലെങ്കിൽ പൂരൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് 10 ദിവസം മുന്നേക്ക് പ്രോഗ്രാമൊക്കെ ഓൾറെഡി അമ്പലത്തിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈവൻ നമ്മളുടെ വീട്ടിലായാലും പ്രിപ്പറേഷൻസ് ഒക്കെ 10 ദിവസം മുന്നേക്കെ തുടങ്ങും കേട്ടോ. പൂരം മോളിട്ടതിന് ശേഷം നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും പൂരത്തിൻ്റെയൊക്കെ ഉള്ളത്. പക്ഷേ പ്രാവശ്യം നമുക്ക് എന്തായാലും പൂരം ഇല്ലല്ലോ. പിന്നെ അത് പിന്നെയും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് കുഴപ്പമില്ല എന്ന് വെച്ച് ഇതാക്കാം. പക്ഷെ ഈ ഒരു ടൈമിലാണ് ശരിക്കും നമ്മുടെ പപ്പ വരേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കായിരുന്നു. മമ്മി പപ്പ പൂരത്തിന് പോകാൻ റെഡി അങ്ങനെയൊക്കെ. കാരണം ഈ ഒരു സമയത്ത് ശരിക്കും പപ്പ നാട്ടിലുണ്ടാവേണ്ടതാണ്, പപ്പയുടെ ഒരു പ്രസൻസ് ഈ ഒരു വീട്ടിലുണ്ടാവേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നമ്മൾ രാവിലെ തൊട്ട് എല്ലാവരും ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഈവൻ നമ്മളിന്ന് ഞാൻ നീറ്റതേ 10-12:30ക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൊട്ടും പാട്ടും എല്ലാം അങ്ങോട്ട് പോകുമ്പോൾ എന്തോ എനിക്ക് ഇതൊക്കെ പപ്പയും കൂടി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ട്രോമ പോലെ. അപ്പോൾ ഞാൻ കാരണം 10-12 മണിക്കൊക്കെ നമ്മളിവിടെ പാറ എടുക്കാൻ വരിക, കൊട്ടായിട്ട് വരിക, അങ്ങനെ ഓരോ നമ്മളുടെ നാട്ടിൽ തന്നെ ആൾക്കാർ കൊട്ടും ദഫ്മുട്ടൊക്കെ ആയിട്ട്, ദഫ്മുട്ടെന്നല്ല നാസിക് ഡോളൊക്കെ ആയിട്ട് വരത്തില്ലേ. അപ്പോൾ നമ്മളപ്പോഴൊക്കെ ഭയങ്കര നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേ അടച്ചിരിക്കുകയായിരുന്നു. എന്തോ ഒരു മനസ്സിനൊന്നും ഒരു സുഖമില്ലാണ്ട്, നമുക്ക് മനസ്സിന് സുഖമില്ലാത്തപ്പോൾ മഴയും കൂടി വന്ന സൂപ്പർ. എന്താണെന്നറിയില്ല, പൂരത്തിന് മഴ പെയ്യാറുണ്ട്, എനിക്കറിയില്ല. പൂരത്തിന് മഴ പെയ്ത് നല്ലയാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. മമ്മിക്കാണെങ്കിൽ പീരീഡ്സ് ആയതുകൊണ്ട് മമ്മിക്ക് ആ ഒരു വേദനയും കൂടെ ആയിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഓരോന്നും കാണിച്ചു തരാം കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയേ അല്ലായിരിക്കണം വ്ളോഗ് എടുക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ പപ്പ ഉണ്ടായിട്ടുള്ളൊരു വ്ളോഗായിരുന്നു ശരിക്കും അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത് നമ്മൾ. ഓക്കെ, നോക്കിയേ, നല്ല മഴയാണ് കേട്ടോ. ഈ ഒരു മഴയത്ത് എങ്ങനെയാണ് പൂരം പോവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ ഒരു സമയത്തൊക്കെ നല്ല വെയിലാവേണ്ടതാണ്. എനിക്ക് അറിഞ്ഞൂടാ എന്താ മഴ എന്നുള്ളത്. നമ്മുടെ മമ്മി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. മമ്മി ഹായ്. വയറുവേദനയ്ക്കുണ്ടോ? ഓക്കെ, നമ്മുടെ ഉണ്ണിച്ചക്കൻ ഇവിടെ ഉണ്ട്. ഉണ്ണിച്ചക്ക ഹായ്. പൂരത്തിന് പോണമെന്നുണ്ടോ? എങ്ങനെയുണ്ട് പൂരമൊക്കെ? എങ്ങനെയുണ്ട്? മഴ പെയ്യണം എനിക്കും തോന്നണം. അത് മഴ മമ്മി ഇല്ലെങ്കിൽ പൂരത്തിന് മഴ പെയ്യാറുണ്ടോ മമ്മി? ഇല്ലല്ലോ, നല്ല വെയിലായിരിക്കത്തില്ലേ വേലയൊക്കെ പോകുമ്പോ? എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ പ്രാവശ്യം മഴ. വാവക്കുട്ടി, ഇപ്പൊ വാവക്കുട്ടി വന്നിട്ടുണ്ട്. വാവക്കുട്ടി ഹായ്. ഹലോ ഗൈസ്, നല്ല മഴയാണ്. അവള് രാവിലെ തന്നെ ഓക്കെ. അപ്പൊ എനിക്കാണേ രാവിലെ നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മമ്മിക്ക് വയ്യാത്തണ്ട് ഞാൻ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. പിന്നെ ബാക്കിയെല്ലാം കഴിഞ്ഞു. കിച്ചൺ പക്ഷെ എനിക്ക് നല്ല വിശക്കുന്നു. ഓക്കെ, എന്താന്ന് വെച്ചാൽ നമ്മള് ശരിക്കില്ലേ വേദനിച്ച് ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കല്ലേ, വേദന ഉള്ളിൽ കയറിയിട്ട്. ഓക്കെ, അപ്പോ എന്താ മറ്റെന്തോ പറയണം. ഇങ്ങനെയൊക്കെ വേദന തരാൻ വേണ്ടി പറ്റൂലേ, നമ്മളെ തളർത്താനും. ആൾക്കാരൊന്നും ഉദ്ദേശിച്ചത് പപ്പേനേട്ടാ. ഓക്കെ, എന്തേലും ആയിക്കോട്ടെ. അപ്പൊ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. വിശന്ന് കഴിഞ്ഞ് ഇപ്പൊ മമ്മിക്ക് വയ്യാത്തോണ്ട് പറഞ്ഞല്ലോ കുക്കിംഗ് ചെയ്തിട്ടില്ല. പിന്നെ അപ്പൊ വാവക്കുട്ടിയാണെങ്കിൽ പാവം ഒന്ന് അടിച്ചു തുടക്കുകയൊക്കെ ചെയ്തു. പിന്നെ കിച്ചൺ വൃത്തിയാക്കുക, പാത്രങ്ങൾ വാഷ് ചെയ്യുക, അതൊക്കെ ചെയ്തു. എനിക്കിന്ന് 2-3 പിന്നെ മമ്മി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നു കേട്ടോ. വാവക്കുട്ടി കഞ്ഞി വെച്ചു, അടിച്ചു വരി തുടച്ചു, തുണി ഇട്ടു. വേറെ കുറച്ച് തുണി മടക്കി വെച്ചിട്ടില്ലല്ലോ. എന്ത് മടക്കിയത് ഞാനാണ് വെച്ചത്. ഞാൻ ക്ലിപ്പ് അവത് വെച്ചത് എന്റെയാണ്. അത് പൊത്തിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ കിച്ചു എനിക്ക് നല്ല പപ്പായെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് പോയി കഴിക്കാം. എന്നിട്ട് നമുക്ക് നല്ല കുക്കിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. എനിക്ക് കഴിക്കാതിരുന്ന് എനിക്ക് ഇതിനൊരു വയ്യായ വരും. എനിക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വയ്യായ വരും. പക്ഷേ കുക്ക് ചെയ്യല്ല, വിശന്ന് കഴിഞ്ഞാൽ വയ്യായ വരും.
ഇത്രയും നേരം ഈ വാതിൽ പോലും തുറന്നിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണൊന്ന് തുറന്നിട്ട്. സമയം എത്രയെന്നറിയോ? എവിടെ 5 മണിയാ? ഇത് എത്ര രൂപ സമയം? 4:30 അല്ലേ? 4:30 ആയി സമയം. ഇപ്പോഴാണൊന്ന് ഡോറൊക്കെ ഒന്ന് തുറന്നിട്ടത്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പൂരത്തിന് പോവാത്തത് നന്നായി, കാരണം എൻ്റെ മുഖം കണ്ടു. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കുളിച്ചിട്ട് പോലുമില്ല. കുളിക്കില്ല വെച്ചിട്ട് തന്നെയായിരുന്നു. എന്തായാലും ഇന്ന് നീച്ചപ്പോൾ തന്നെ ഇല്ല കൊട്ടും പാട്ടൊക്കെ കേൾക്കണ്ട്. ഞാൻ പിന്നെ അവിടെ തന്നെ കടന്നു നീക്കില്ല വെച്ചിട്ട്. മമ്മിക്ക് പിന്നെ വയ്യായിരുന്നു. മമ്മിക്ക് രാവിലെ തൊട്ട് ആ കൊട്ടിൻ്റെ പൊമ്പൊന്ന് സൗണ്ട് കേൾക്കുമ്പോഴേ ആദ്യമായിട്ട് ഒരു പൂരത്തിന് നമുക്ക് ഇങ്ങനെ ഒരു താല്പര്യമില്ലാണ്ട് അങ്ങനെ എനിക്കിങ്ങനെ എങ്ങനെ ഞാൻ പറയാ, പൂരൊന്ന് പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. ഈ കുറേ ദിവസമായിട്ടോ തുടങ്ങിയിട്ട് ഒരു അസ്വസ്ഥത. ഈ മാർച്ച് മാസവും ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. പക്ഷെ എന്താ പറയുക, അപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീറ്റിട്ടില്ലെങ്കിൽ അവർക്കും കഞ്ഞി കിട്ടില്ല, എനിക്കും കഞ്ഞി കിട്ടില്ല. അപ്പോൾ ആ കുട്ടി കഞ്ഞിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കിയിട്ട് കുറച്ച് നെല്ലിക്കയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെന്ന് വെച്ചാൽ പീരീഡ്സും ഉണ്ട്, തലവേദനയായിരുന്നു കേട്ടോ. നല്ല രാത്രി രണ്ടും കൂടി വന്നിട്ട് ആകെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. പിന്നെ 3-4 ദിവസമായിട്ട് അടുപ്പിച്ച് തലവേദന കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു പച്ചമരുന്ന് ചെയ്തിരുന്നു, ഒറ്റമൂലി. എനിക്കിതുപോലെ പച്ചമരുന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും പിന്നെയും ഇതിന് മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തലവേദന കൂടുക ചെയ്യുക, മാറില്ല. നമ്മളിത് മാറുന്ന കേൾക്കുമ്പോൾ നമ്മൾ മാറാനുള്ള ഒരു വ്യഗ്രതയിൽ പോയിട്ട് ചെയ്യും കേട്ടോ. എനിക്ക് പറഞ്ഞ 10-20 വർഷമായിട്ട് ഞാൻ സഹിക്കുന്ന തലവേദന. അതുകൊണ്ട് എനിക്ക് മടുത്തിട്ടേ ഇരിക്കുന്ന ഈ തലവേദനയും കൊണ്ട് കാരണം ജീവിതത്തിൻ്റെ ഒരു പകുതി തന്നെ എൻ്റെ പോയി. ഒരു 10-18 വയസ്സ് വരെ എനിക്ക് വലിയ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എനിക്കില്ലാത്ത അസുഖങ്ങളില്ല, ഇല്ലാത്ത വേദനകളില്ല. ഇതിപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് വന്നത് എനിക്ക് തലവേദനയാണ്. അത് കഴിഞ്ഞിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നം വന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അയൺ കുറയാൻ തുടങ്ങി. അതത്ര 3-ലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ശരീരം ഇങ്ങനെ കുഴഞ്ഞു പോയി ക്ഷീണിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അത് കഴിയുമ്പോഴത്തേനും പീരീഡ്സ് കറക്റ്റ് അല്ല, അതിൻ്റെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ സിസ്റ്റ് ഒരു 1.5 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതങ്ങനെ വിട്ടു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വലുതായി, വയറുവേദന വരാൻ തുടങ്ങി. പിന്നെ അത് സർജറി ചെയ്തു. ആ സർജറി നമ്മുടെ ശരീരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ശരീരം മൊത്തം ഇങ്ങനെ നീരെടുക്കാനും നീര് ഇങ്ങനെ വയ്ക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം അങ്ങനെ എന്നെ ഓരോ ഘട്ടത്തിൽ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. എപ്പോഴും എനിക്ക് എന്താ വെച്ചാൽ എനിക്കങ്ങനെ വയ്യ, അങ്ങനെ പറയാനൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒന്നുമില്ലാത്ത എന്തെങ്കിലും നടക്കും. അപ്പോൾ നമ്മളെ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് നമുക്ക് ഇത്രയും പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിക്കാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മാക്സിമം ചിരിച്ചിരിക്കുമായിരുന്നു. നിങ്ങൾ പണ്ടത്തെ എൻ്റെ വീഡിയോസിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത്? കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് എൻ്റെ സങ്കടങ്ങൾ വേറൊരാളോട് പറയാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ ഇപ്പോഴത്തെ സ്റ്റേജ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും തലവേദന മാറിയിട്ടില്ല, തൈറോയിഡിന് മരുന്ന് ഇപ്പോഴും കഴിക്കുന്നുണ്ട്. സർജറിയുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതും ഇപ്പോൾ ഇങ്ങനെ പീരീഡ്സ് സമയത്തൊക്കെ ഓരോ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട് കുറേ ആയിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഇത്രയും വലിയൊരു ദുരന്തം വരുന്നത്. അതൊരിക്കലും നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത്രയും അസുഖം വെച്ചിട്ട്, ഞാൻ ശരീരം വെച്ചിട്ട് ഇത്രയും വലിയൊരു വേദന താങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു ട്രോമ സ്റ്റേജിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്നെക്കൊണ്ട് താങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിന്. അത്രയും ഞാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു മാസം, ഈ ഒരു മാർച്ച് മാസം, ഈ ഒരു സമയത്തൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാവേണ്ടതാണ്. അപ്പം ഞാനങ്ങനെ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കതൊന്നും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഞാനൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിങ്ങനെ പേടിയാവുക. ഏട്ടനില്ല എന്നുള്ളത് ഓർക്കാൻ എനിക്ക് പറ്റണില്ല. അപ്പോൾ
ഈ ഒരു സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ഇങ്ങനെ കൊട്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ ഒരു വേദന ഇങ്ങനെ ആവുക. കാരണം ആള് പൂരത്തിനാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കണില്ല നമ്മൾ കഴിഞ്ഞ കൊല്ലം പൂരം ആഘോഷിക്കുമ്പോൾ അടുത്ത കൊല്ലമ്പോഴത്തേക്കും നമുക്ക് ഇതാണ് ഗതി വരണേന്ന്. ഇതുപോലെ തന്നെ കേട്ടോ ഓരോ കാര്യങ്ങളും. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പ്രശ്നങ്ങളിങ്ങനെ വരുമ്പോൾ എനിക്കിപ്പോൾ പേടിയാണ്. കാരണം ആരുടെയും ഒന്നും സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല. അപ്പോൾ വേദനകളും ഒന്നും എനിക്കിപ്പോൾ ആരെങ്കിലും വരികയെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഇപ്പോൾ ഉണ്ണിച്ചക്കൻ്റെ മമ്മിക്ക് വരികയാണ്ടായിട്ട് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ അത്രയും വേദനിച്ചിരുന്നു. കാരണം ആരുടെയും ഒന്നും ഇപ്പോൾ ഏട്ടൻ്റെ പ്രശ്നത്തിന് ശേഷം എനിക്കൊരു വേദന ആദ്യം സഹിക്കാൻ വേണ്ടി പറ്റണില്ല. ഞാൻ അതുകൊണ്ട് ഒന്നിലേക്കും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ പോലും ഇപ്പോൾ ഒരാളോട് അടി കൂടാനോ വഴക്കൂടാനോ ഒന്നിനും ഞാൻ പോകാറില്ല. പറ്റണില്ലേ അവരിൽ നിന്ന് ഒഴിഞ്ഞ് മാറി നിൽക്കുക. അല്ലാതെ ഞാൻ അങ്ങനെ പോലും ഒരാളിൽ ഞാൻ വെറുതെ പോലും ഒന്നിനും ഞാൻ പോകാറില്ല കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ആവുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പാവ ഉണ്ണിയും വാവയൊക്കെ രാവിലെ തന്നെ കുട്ടികൾ ഭയങ്കരമായിട്ട് വിഷമത്തിലാണ്. കുട്ടിയുടെ ഫേസൊക്കെ ആ കുട്ടിയുടെ ഫേസിൽ ആ വേദന ഫുള്ള് നിറച്ച് വെച്ചിരിക്കുക കേട്ടോ. അത് പാവം ഇങ്ങനെ അതും താങ്ങുകൊണ്ട് നടക്കും. ഉണ്ണി പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അഭിനയിക്കും. അവള് ഓക്കെയാണെന്നുള്ള പോലെ. ഇപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പൂരമൊന്ന് കഴിഞ്ഞിട്ട് ഈ മാർച്ച് മാസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയ കുറച്ചങ്ങോട്ട് ഓർമ്മകളൊക്കെ അങ്ങോട്ട് ഇതാക്കാം. അപ്പം നിങ്ങൾക്ക് ഞാനത് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുണ്ടോ ഒന്നും അറിയില്ല കേട്ടോ. നമ്മൾ ആ ഒരു അവസ്ഥയിലൂടെ പോകണം. അപ്പോഴാണ് നമുക്കതൊക്കെ അറിയാം. മറ്റൊരാളുടെ വിഷമം നമ്മൾ കണ്ടിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാനോ വിലയിരുത്താനോ പറ്റില്ല. അത് അവനവനെ അനുഭവിക്കുമ്പോൾ മാത്രമായിട്ട് അത് അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ പൂരം എങ്ങനെയാണ്? പൂരം പോയതിന് സങ്കടമൊന്നും ഇല്ല. പൂരം നമുക്ക് ഇനിയും വരികയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇത്രയും വേദന കൊണ്ടിരുന്ന് വിചാരിച്ചില്ല. സാരമില്ല. അങ്ങനെ ഏട്ടനുണ്ട് വെച്ചാൽ കുഞ്ചൂസേ 1000 വട്ടം വിളിച്ചിട്ടുണ്ടാവും. കുഞ്ചൂസേ ഉണ്ണി ബാബ 1000 വട്ടം വിളിച്ചിട്ടുണ്ടാവും. പാപ്പ ഞാനൊരു 1000 വട്ടം വിളിച്ചിട്ടുണ്ടാവും. ഏട്ടാന്ന്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പൂരം സ്പെഷ്യൽ. നമ്മുടെ അല്ലാത്ത പോലെ തോന്നുക. ഞാൻ വന്നിട്ട് 21 വർഷമായി. പക്ഷെ ഇതുവരെ പൂരം ഇല്ലാണ്ടായിട്ടില്ല. ആദ്യത്തെ വർഷമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് പൂരം ഇല്ലാണ്ടായിട്ട് നമ്മൾ പോവാതിരിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷമം, നമ്മുടെ എന്തൊക്കെയോ നഷ്ടങ്ങൾ ആർക്കും സഹിക്കാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ മാറി അതിജീവിച്ച് നമ്മൾ മുന്നോട്ടേക്ക് എത്തുമ്പോഴാണ് നമ്മൾ സക്സസ്. നമ്മൾ വിഷമങ്ങളും ഒക്കെ നമ്മൾ മറികടന്ന് പോകുമ്പോൾ നമ്മൾ വേദനയിലിരുന്ന് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. പക്ഷെ ഇനിയും ജീവിച്ചല്ലേ പറ്റൂ. എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണ്ടേ. അപ്പോൾ ഈ വേദനകൾ ഇങ്ങനെ വേട്ടയാടി അസുഖങ്ങൾ കൂടും. അതൊക്കെ വെച്ചിട്ടാട്ടോ ഞാൻ ക്ലാസ് നമ്മുടെ സുജാ മാമിൻ്റെ ക്ലാസ് ഞാൻ മുടക്കാറില്ല. പക്ഷെ കുറച്ച് നാളുകൾ കൊണ്ട് ഞാൻ ക്ലാസ് മുടക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ടീച്ചർ എന്നും പറഞ്ഞിരിക്കുന്നത് ക്ലാസ് കണ്ടിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടീച്ചർ. ദൈവത്തെ പോലെ വന്ന് എന്നെ ഒരുപാട് പേര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര്. അപ്പോൾ ശരിയാവും. എനിക്ക് വേണ്ടി എത്ര പേരാ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് മറികടന്ന് ഇതൊക്കെ ഒന്ന് മറന്ന് ജീവിക്കണം എന്നുണ്ട് കേട്ടോ. ശരിയാവും അല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ വീടിടുമ്പോഴും ആ ടോപ്പിക് ഇങ്ങനെ പറയാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ അതൊന്നും മറന്നിട്ടല്ല. നമ്മളിപ്പോൾ എല്ലാ വീഡിയോയിലും അത് ചിലപ്പോൾ പറഞ്ഞൊന്നും വരില്ല. പക്ഷെ നമ്മളിവിടെ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കിക്കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള തീ അതൊരു ഭാഗത്ത് ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഒഴിച്ച് കിടത്താൻ ഭാഗത്തുള്ള വെള്ളമൊന്നും അവിടെ ഇല്ല. ഇപ്പം എന്തായാലും ഞാൻ തന്നെ എനിക്കാന്ന് വെച്ചാൽ വയറൊക്കെ നല്ല വേദന ഉണ്ട്. പിന്നെ തലവേദന ഇത്തിരി ഭേദമായിട്ടോ. കണ്ണൊക്കെ കണ്ടങ്ങനെ പോയി. അപ്പം ഞാൻ എന്തായാലും ഇവർ കഞ്ഞി ഒന്ന് റെഡി ആക്കി കൊടുക്കട്ടെ. ഉണ്ണി നല്ല വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ കപ്പയും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് വേവിച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോഴേക്കാണ് എനിക്ക് വയ്യാണ്ടായത്. അപ്പം ഞാൻ പറ്റുന്നത് എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അവർക്ക് കൊടുക്കട്ടെ. ഇടയിൽ അവർ അവിടെ തന്നെ കിടക്കും. അവരിത്രയും വലുതായിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരവിടെ തന്നെ കിടക്കും. കാരണം അവരുടെ മനസ്സ് അതിനേക്കാളും ഞാൻ ആലോചിക്കുന്നത് എൻ്റെ മക്കൾക്ക് ഇത് സഹിക്കാനുള്ള ധൈര്യം കൊടുക്കണേന്ന്. കാരണം അവർക്ക് ഇതിനു മുൻപ് ഒരു വേദനയും
അവർക്ക് ഇതിനു മുമ്പ് ഒരു വേദന അനുഭവിച്ചിട്ടുള്ള ഒരു ശീലമില്ല കേട്ടോ. എനിക്ക് പിന്നെ നല്ല അനുഭവിച്ച ശീലമുണ്ട്. ഞാൻ നല്ലോണം, എനിക്ക് നല്ല എന്താ പറയുക ശീലമുണ്ട് അനുഭവിച്ചിട്ടുള്ളത്. എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ മക്കൾക്ക് അത് അനുഭവിച്ച ഒരു ശീലം ഞാനുണ്ട്, എനിക്ക് നീയുണ്ട്. ഓക്കെ, കാരണം എൻ്റെ മക്കളെ ഞാൻ ഒന്നും അറിയിച്ചിട്ടില്ല കേട്ടോ. അതാണ് സത്യം. അവര് ഏതൊരവസ്ഥയിലും പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടികളാണ്. പക്ഷെ ഞാൻ അവരെ അതിച്ചിട്ട് ഞാനേ കഷ്ടപ്പെട്ടു വെച്ചിട്ട് ഞാൻ എൻ്റെ മക്കളെ ഒരു വേദനയും അറിയിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഇത്രയും വേദനയും ഒക്കെ എല്ലാം സാക്രിഫൈസ് ചെയ്ത് ജീവിച്ചു. എന്നിട്ടിപ്പോ എവിടെ ഏട്ടൻ എവിടെ? എന്നിട്ടിപ്പോ എല്ലാം നമ്മുടെ തലയിൽ കെട്ടി വെച്ചിട്ട് ആള് പോയി. സാരല്ലേ, ഈ സമയം എന്തായാലും കടന്നു പോകും. എനിക്ക് അസുഖങ്ങൾക്കൊന്ന് മാറിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം ഒന്നല്ലെങ്കിൽ ഒന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ അതൊന്നൊക്കെ ഒരു മുക്തി വേണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ചില സമയത്ത് വിചാരിക്കും എന്തിനാ, ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണേ, എന്തിനാ. സത്യം പറഞ്ഞാൽ ഞാനാണ് മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത്. കാരണം വയ്യായി വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ വേണ്ടി പറ്റില്ല. തലവേദന വന്നു കഴിഞ്ഞാൽ ഇന്ന് രാത്രി വന്നു കഴിഞ്ഞാൽ നാളെ രാത്രി മാറുള്ളൂ. ഛർദ്ദിക്കാൻ പോലും സാധിക്കില്ല. ഇവിടെ വന്ന് ശ്വാസം നിന്നിട്ട് ഛർദ്ദിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അത്രയും ബുദ്ധിമുട്ടായിരിക്കും. തലവേദന ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. എനിക്ക് ഇന്ന് രാത്രി വന്ന് നാളെ ആ സമയമാവണം മാറണച്ച. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഗുളിക കഴിച്ചേൽക്കും, ചില ദിവസങ്ങളിൽ ഏൽക്കില്ല. അപ്പം ഞാനൊക്കെ വിചാരിക്കും, ഞാൻ ഏട്ടനോട് പറയാം, ഏട്ടാ എനിക്ക് ഇനി ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എത്ര ഒരു വ്യക്തി സഹിക്കുക. അപ്പം ഞാൻ പറയും എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റണില്ല കേട്ടോ ഏട്ടാ, ഇനി ഇങ്ങനെ തലവേദന വരാൻ പാടില്ല കേട്ടോ ഏട്ടാ എന്നൊക്കെ പറയും ഞാൻ. അപ്പം നമ്മളായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കാണ്ട് ജീവിതം എത്രയാണെങ്കിൽ കഷ്ടപ്പെട്ട് ജീവിക്കാമെന്ന് മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു മനസ്സായിരുന്നു എൻ്റെ. പക്ഷെ സമയം കഞ്ഞി വേണ്ടേ? എന്താ അവിടെ തരുന്നത്? എനിക്ക് വിശക്കണു ഐസ് വേണം പറയാൻ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഐസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ഐസല്ല, ഐസും കട്ട. പിന്നെ ഞാൻ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം വിചാരിച്ച കേട്ടോ. നമ്മൾ ഉണ്ണിവാവി ഐസ് കട്ട കഴിക്കുന്ന ഒരു വീഡിയോയിൽ കുറേ കമൻറ്റ് വേറെ ഏതോ ഒരു യൂട്യൂബറിനെ കുറിച്ചിട്ട് കോപ്പി അടിച്ചാണ് കൊണ്ട് വന്നിരുന്നു കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഐസും കട്ട കഴിക്കാൻ വേണ്ടിയിട്ട് കോപ്പി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ശീലം ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ട്. വെറുതെ വന്ന് എന്തെങ്കിലും കമന്റ് ഇടുമ്പോഴേ, ഞങ്ങൾ ഇന്ന് വരെ കോപ്പി അടിച്ചിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ എന്താണ് അത് ഇടുന്ന ഒരാൾക്കാരാണ്. അപ്പൊ ഞാൻ അങ്ങനെ കുറെ കമന്റ് കണ്ടപ്പോഴേ കോപ്പി എന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തോ തോന്നുക, ഈ ഐസും കട്ട കഴിക്കാനൊക്കെ കോപ്പി അടിക്കേണ്ട ആവശ്യമുണ്ടോ? അത് അവർക്ക് തോന്നും, അവർ ചെറുപ്പം തൊട്ട് കഴിക്കുന്ന ശീല. നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് ഈ ശീലം ഉണ്ടാവും. പിന്നെയൊക്കെ കറി മുറുന്ന് കഴിക്കും. ഇപ്പൊ വാക്കുട്ടിയും കഴിച്ചിരുന്നു, അവള് നിർത്തി. ചെറുപ്പത്തില് ഞാൻ ഒറ്റപ്പാലം എവിടെയും പോയി ഇവർ ആദ്യം ചെയ്യുന്ന കേസ് ഐസും കട്ട കഴിക്കുന്നതാണ്. അത് എല്ലാ പിള്ളേർക്കും ഉണ്ട്. എല്ലായിടത്തിനും കോപ്പി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് എന്താ പറയില്ലേ, എന്തോ പറഞ്ഞപ്പോൾ കൂട്ടത്തെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കഞ്ഞി സെറ്റാക്കാം അല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ മനസ്സൊക്കെ വേണ്ടി ഇങ്ങനെ തളർന്നു പോകുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം ഒരാഗ്രഹമുണ്ട്. ഞാൻ തളർന്നു കഴിഞ്ഞാൽ ഈ വീട് തളരുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് കരച്ചിലൊക്കെ വരും കേട്ടോ ചില സമയത്ത്. പിടിച്ചു നിൽക്കുന്ന കാരണം ഞാൻ അങ്ങനെ ആലോചിക്കും, മുന്നോട്ട് എന്താ, ഇവരുടെ എന്തൊക്കെ കാര്യങ്ങൾ വരാനുണ്ട് ഇനി എന്നൊക്കെ ഞാൻ ആലോചിക്കും. എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ. പക്ഷെ പറ്റൂട്ടെ എന്നെ കൊണ്ട്, ഞാനത് ചെയ്യും. അത് വേറെ കാര്യം. ഞാൻ എൻ്റെ മക്കളിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് തന്നെ ആക്കും. ഞാൻ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും. അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ എങ്കിലും ഞാൻ എന്നിടയ്ക്കൊന്ന് പതറിപ്പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരവസ്ഥ വന്നപ്പോൾ എത്ര 6000 മുകളിൽ കമന്റ് ഉണ്ട് കേട്ടോ. നമ്മളൊരു വീഡിയോയിൽ 6500 ഉള്ളിൽ കമന്റ് ഉണ്ട്. അത്രയും അതിന് കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും പേര് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കമന്റൊക്കെ ഇടണം വെച്ചാൽ നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ട് അവരൊക്കെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്ന അറിയാം. ഇന്നിപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താ അറിയോ, എനിക്കിന്നിപ്പോൾ എല്ലാം ഓർമ്മയിൽ വന്നു. ഏട്ടൻ പൂരത്തിന് വരാൻ നാട്ടിൽ എന്നാണ് പറഞ്ഞത്. പൂരം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഈ പൂരം ഭയങ്കര വേദന ഉള്ളൊരു പൂരാണ് ഈ ഒരു പൂരം. സാരല്ലേ, പറഞ്ഞ കുറേ പറയാനുണ്ട്. എനിക്കിങ്ങനെ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം കേട്ടോ.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ വീട്ടിൽ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും ഇല്ലേ ഞാൻ എന്തെങ്കിലും പപ്പട ഒരു കാര്യം പറഞ്ഞു 2 മക്കളെ എഴുതിയിട്ടു. അപ്പം ഞാൻ എന്താ ചെയ്യാറിയോ, ഞാനിങ്ങനെ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ പറയും, എന്നിട്ട് കാര്യം കുറേ അങ്ങനെയൊക്കെ ചെയ്യാറ്. ഒന്നും വാങ്ങിക്കണ്ട, എന്നിങ്ങനെ പോട്ടെ. കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചാലോ ഒന്ന്. അവിടെ എന്താ പറയുക, അവിടെ കുട്ടികളെക്കാളും പ്രശ്നം ഉണ്ണിയുടെ കാര്യം. അപ്പോൾ ആ കുട്ടീനെ എങ്ങനെയെങ്കിലൊക്കെ മാനേജ് ചെയ്യാം കേട്ടോ. ഈ ഉണ്ണീനെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ കഞ്ഞിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കിയതാണ്. എനിക്കിനിടയ്ക്കൊക്കെ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം കേട്ടോ, നല്ല ചമ്മന്തിയൊക്കെ കൂടിയിട്ട്. നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതുകൊണ്ടോ ഇന്നലത്തെ മോര് കറി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനതൊന്ന് ചൂടാക്കട്ടെ. കഞ്ഞിക്ക് ഇത് കഴിക്കാൻ പറ്റില്ല, എങ്കിലും കുറച്ചിങ്ങനെ എടുത്ത് കഴിക്കാമല്ലോ. പിന്നെ കുറച്ച് മത്തൻ്റെ കറി ഉണ്ട് കേട്ടോ. നമ്മൾ മത്തൻ ഓലം വെച്ചത് കുറച്ചുണ്ട്. പിന്നെ കുറച്ച് മീൻ കറി ഉണ്ട്. പിന്നെന്താ മുരിങ്ങടല കറി ഉണ്ട് കേട്ടോ. എന്നോട് മുരിങ്ങടല കറി എടുത്ത് വെച്ചിരുന്നു. ഉണ്ണിച്ചക്കൻ അതെടുത്ത് കളഞ്ഞു എന്ന് എനിക്കറിയില്ല. ഉണ്ണിച്ചക്കനാണ് കേട്ടോ എനിക്ക് പാത്രം കഴുകി തന്നത്. ആളതിനെ കളഞ്ഞു എന്നാണ് തോന്നുന്നത്. ഞാനത് തണുപ്പാറാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു നോക്കട്ടെ. നിറച്ച് മാങ്ങ കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അമ്മ വീട്ടിൽ നിന്ന്, അമ്മയും അച്ഛനും. അപ്പോൾ അതൊക്കെ ഒന്ന് അച്ചാറിട്ട് വെക്കണം. പിന്നെ കപ്പ ഉണ്ട്, മധുരക്കിഴങ്ങുണ്ട്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇടിച്ചക്ക ഉണ്ട്, മറ്റേ വലിയ ചക്ക ഉണ്ട്, പഴുക്കാറായ ചക്ക. അങ്ങനെ നമ്മൾ ചക്കക്കറിയൊക്കെ വെക്കൂലേ, അതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഇതൊന്നും ഒറ്റയ്ക്കൊന്നും എനിക്ക് സാധിക്കില്ല. നാളെ പൂരം കഴിഞ്ഞിട്ട് ആ ചേച്ചി വരുമ്പോൾ ഒന്നിച്ച് ചെയ്യാം. ജസ്റ്റ് 2 മുട്ട പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ ഫ്രൈ പോലെ ചെയ്തെടുക്കാം. അപ്പം അത് കുട്ടി അവർ കഴിക്കട്ടെ. ഉണ്ണി അവിടെ നിന്ന് അങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, മമ്മി കഴിഞ്ഞോ, വിശക്കണു എന്നൊക്കെ പറഞ്ഞിട്ട്. ഉണ്ണിക്ക് ഇങ്ങനെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ല വെച്ചാൽ അങ്ങനെ തളരും കേട്ടോ ശരീരം. അവൾക്ക് അതിന് മുൻപ് 1-2 വട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് പെട്ടെന്ന് സ്പീഡപ്പ് ആക്കിയിട്ട് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ നിവർത്തി കാണിക്കുന്ന കിച്ചൺ ടവലാണ്, നല്ല കോട്ടൻ്റെ ആണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇതിന് മുൻപ് ഞാൻ ലിങ്ക് കൊടുക്കാച്ചിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി മറന്നു. ഈ വീഡിയോ ഞാൻ എന്തായാലും കൊടുക്കാം കേട്ടോ. എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മതി കേട്ടോ. ഇപ്പോൾ വെയ്യാണ്ടൊക്കെ ആയപ്പോഴാണ് എനിക്കൊന്നിനും പറ്റാതായത്. ഫസ്റ്റ് ഞങ്ങൾ റൊട്ടീൻ പറഞ്ഞ ഉണ്ണി അടിച്ചൊരു തുടയ്ക്കും, വാക്കുട്ടി മെഷീനിൽ തുണിയിടും, ഞാൻ കുക്ക് ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ പണിയുള്ളൂ. ആ പണിയാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും ജോലി ഇങ്ങനെ നീണ്ട് ചെയ്യുന്നത്. പക്ഷേ എല്ലാ സമയം ഒരുപോലെ ഇരിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പോട്ടെ. അപ്പോഴത്തേനും ഉണ്ണി വന്നു കേട്ടോ, മമ്മി കുഴയണമെന്ന് പറഞ്ഞിട്ട്. ഉണ്ണിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം വരും കേട്ടോ, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ല വെച്ചാൽ പിന്നെ ആളോട് പോയിട്ട് കിടന്നു. വന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് കിടക്കണം കേട്ടോ. എനിക്ക് കഞ്ഞി തരണ്ടല്ലോ, എനിക്കവിടെ മുമ്പ് അവിടെ കിടന്നാൽ അത് കേട്ടോ. അതൊന്നുമല്ല, ഉണ്ണിക്ക് എന്തൊക്കെയോ ഒരു ഇടയ്ക്ക് അവൾക്ക് ഇങ്ങനെ ഒരു തളർച്ച വരും കേട്ടോ. അപ്പം അത് ഇടയ്ക്ക് അവൾക്ക് ഇങ്ങനെ വരും. അപ്പം അതുപോലത്തെ ഒരു തളർച്ച വന്നിരിക്കുക മമ്മി പറഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കിടക്കുക. കോമഡി എന്താ വെച്ചാൽ തലയിൽ കണ്ണട വെച്ചിട്ടാണ് കിടക്കുന്നത്. കണ്ണട എന്താ വെച്ചാൽ എഡിറ്റ് ചെയ്യുമ്പോൾ വെക്കുന്നതാണത്. ഇൻട്രോ എടുക്കുമ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ ഈ കണ്ണട അഴിച്ച് വെക്കാത്തതെന്ന്. എഡിറ്റ് ചെയ്യായിരുന്നു അത്ര നേരം. അതപ്പോ അഴിച്ചു വെച്ചൂടെ അവിടെ? അത് പിന്നെ അഴിച്ചു വെച്ച പിന്നെ എടുത്തിരുന്നേക്കാളെ ഇത് പിന്നെ ഇങ്ങനെ ആക്കിയാ പോരെ. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് എഡിറ്റ് പ്ലെയിൻ ഗ്ലാസ് ആട്ടോ അത്. വയറിങ്ങനെ എപ്പോഴും കണ്ടോ മമ്മി ഉള്ളിക്ക് പോയി എന്ന് പറയാ. കുഞ്ഞു കൊടുക്കാൻ നിറയ്ക്കാൻ 20 വയസ്സായില്ലേ? 20 വയസ്സായില്ലേ, ഒറ്റയ്ക്ക് നിറച്ചൂടെ? ഇനി എന്നെ ഡിപ്പെൻഡ് ചെയ്യണോ അല്ലേ? നോക്കി ഇപ്പൊ ചോറ് തരാം കേട്ടാ. നോക്കി അപ്പൊ ഞാൻ മുട്ട വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കട്ടെ. 6 വെച്ചിട്ടുണ്ട്, കൊടുക്കട്ടെ. ഇപ്പോഴും ഇവരിങ്ങനെ കേട്ടോ, അവർക്ക് വാരി കൊടുക്കണം. ഇത് ഞാൻ ശീലാക്കിയിട്ടൊന്നും അല്ല, എനിക്കിഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തോ ഇന്നലെ മിഞ്ഞാന്നൊരു കമൻറ്റ് കണ്ടു, വലിയ കുട്ടികളായില്ല ഇങ്ങനെ ഓവർ കെയർ കൊടുക്കണമെന്ന്. ഞാൻ ജീവിച്ചിരിക്കണ കാലം എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കും, ഓവർ കെയറും സ്നേഹിക്കും, അവർ നോക്കും. എനിക്കല്ലേ അവരെ നോക്കാൻ പറ്റൂ, വേറെ ആർക്കെങ്കിലും നോക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് അമ്മയച്ഛനല്ലേ മക്കളെ നോക്കാൻ പറ്റൂ. അതിനിപ്പോൾ എന്താ, എത്ര വലുതായാലും അല്ലേ ഉണ്ണിമാ, എത്ര വലുതായാലും എൻ്റെ ഉണ്ണിയായിരിക്കും, വാവയായിരിക്കും. അപ്പം ഞാൻ അതൊക്കെ കൂട്ടി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും ഉണ്ണി ചോദിച്ചു
മമ്മി ചമ്മന്തി ഉണ്ടോ, മാങ്ങ ചമ്മന്തി. അപ്പം ഞാനത് കൊക്കുമാങ്ങയാണ്. ഇത് ഞാൻ പച്ചക്കറിക്കാരുടെ നിന്ന് വാങ്ങിയതാട്ടോ. അപ്പം നമുക്ക് ഇത് വെച്ചൊരു പെട്ടെന്ന് ചമ്മന്തി അരയ്ക്കാം. ഇത് ഏട്ടൻ കൊണ്ടുവരുന്നതായിരുന്നു കേട്ടോ ഇന്നത്തെ. ഇത് കേട് വന്നു ഇപ്പൊ ഇതിന്റെ പുതിയതൊന്നും ഉണ്ടായിരുന്നു. ഇത് കുറേ മുൻപ് കൊണ്ടുവന്നതാട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാണ് ഇത്. അപ്പൊ ഇത് പുതിയതായിരുന്നു കഴിഞ്ഞ വട്ടം വരുമ്പോ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ഇത് പോയി ഏട്ടാ, എവിടെ അറിയില്ല. അപ്പൊ അത് പോയി എന്താ ഇവിടെ ഇത്ര റിയാലൊക്കെ ഉള്ളു, അത് ഞാൻ വരുമ്പോ 1-ന് 2 കൊണ്ടുവരാലോ, അതിനിപ്പോ എന്താന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഈ പഴയതേ ഉള്ളൂ. ഇനിയിപ്പോ 1-ന് 2 കൊണ്ടുവരില്ല, ഒന്നും കൊണ്ടുവരില്ല. ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുക്കുമ്പോ ഇങ്ങനെ നമുക്ക് ഓരോന്നിങ്ങനെ നമ്മളെ തകർക്കും. അതാണ് ഈ ഓർമ്മയുടെ പ്രശ്നം. ഇങ്ങനെ ചമ്മന്തി അരിക്കണത് ഉണ്ണിവാവിക്ക് ഇഷ്ടമാണ് കേട്ടോ. വാകുട്ടി ഇടയ്ക്കൊക്കെ അങ്ങനെ ചോറുണ്ടുമ്പോൾ പറയും മമ്മി ചമ്മന്തി അരിച്ചു തരുമെന്ന്. ഒരു മാങ്ങ ചമ്മന്തി ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണല്ലോ. നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ അരയ്ക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. നമ്മൾ വേണമെങ്കിൽ നാളികേരിട്ടും അരയ്ക്കാം, പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ നാളികേരം ഇടാറുള്ളൂ. ഇത് കൊക്കുമാങ്ങയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ പറയുക കിളിക്കൊക്ക മാങ്ങ എന്നാണ്, പക്ഷേ ഓരോ നാട്ടിലും ഓരോന്നല്ലേ പറയുക. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറിടാനൊക്കെ വേണ്ടിയിട്ടൊക്കെ. നല്ല കേട്ടോ, പുളിയൊന്നും ഉണ്ടാവില്ല ഒത്തിരി. പക്ഷേ ഇത് കുറച്ച് ഇളമ്പാണ്, അതുകൊണ്ട് കുറച്ച് പുളിയുണ്ട് കേട്ടോ. പക്ഷെ അല്ലാത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്കിങ്ങനെ കുട്ടികൾ വിശക്കണമെന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര ടെൻഷനാവും കേട്ടോ. അതാണ് ഞാൻ വേഗം പെട്ടെന്ന് ചെയ്യുന്നത്. കൈയൊക്കെ ഫാസ്റ്റത്തെ പോലെ ഒന്നും തിരിഞ്ഞ് വരണില്ല, നീരുള്ളത് കാരണേ. എങ്കിലും അതൊക്കെ വെച്ച് ഞാൻ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പെടുത്തി നോക്കട്ടെ. വാക്കുട്ടിയോട് പറഞ്ഞാലേ 1 മിനിറ്റ് പറഞ്ഞിട്ടാ. പപ്പയോട് ഞാൻ പറയാറുള്ളൂ. വാക്കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞ 1 മിനിറ്റ് പറയും. അപ്പൊ പപ്പ പറയും എന്തൊരു വിറ്റ് ഇങ്ങനെ. ഞാനൊക്കെ എന്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം എടുത്തോണ്ട് കൊടുക്കില്ല, എന്റെ അച്ഛൻ്റെ അടുത്ത് കിട്ടും പറയും. പക്ഷെ വിറ്റുങ്ങൾക്ക് എന്താ അങ്ങനെ ചോദിക്കും. അത് ശരിയാ. കുഞ്ഞോട് കിടന്നിട്ട് ഞാൻ ചാനലില്ല. അല്ല, എന്റെ കുട്ടിക്ക് കൊടുത്തിട്ട് കാണുമ്പോ പുളിയും കൂടി ഇല്ലെങ്കിലേ പുളി ഇല്ല കേട്ടോ. ഇതാ അപ്പോ നമ്മള് ചമ്മന്തി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഞ്ഞി കൊടുക്കാം. വാ കുട്ടി വായോ, ഉണ്ണി വായോ. അപ്പൊ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ കഞ്ഞി. ഇനിയും കറികളുണ്ട് കേട്ടോ അവിടെ. മുരിങ്ങയുടെ വറുത്തത്, മാങ്ങ ചമ്മന്തി, കറി, നെല്ലിക്കുപ്പിലിട്ടത്. ഉണ്ണിച്ചക്ക വായോ പൊന്ന. വെളിച്ചെണ്ണ ഒഴിച്ചില്ല? ഓ നിറയെ ഒഴിച്ചു. അപ്പൊ നിങ്ങൾ കഴിച്ചോളൂ കേട്ടാ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറ. കുഞ്ഞാ വേണ്ടി എടുത്തോ. എന്ത് പറ്റി? അവിടെ നിന്നുള്ള പാത്രങ്ങളെ കൊണ്ടു എടുത്തേക്ക്. ആ മറ്റേ പപ്പായ കഴിച്ചിട്ട് അവിടെ വെച്ചിട്ട് വന്നിരിക്കുക. ഒണിച്ചൊക്കെ അങ്ങോട്ട് വന്നേ നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടാ? കഞ്ഞിക്ക് സെറ്റ് ആക്കി ഇല്ല. ഉണ്ണി കഴിക്കുന്ന പോലെ ഞാൻ കഴിക്കൂ. അതെ, ഊണില്ലാതെ. കുറച്ച് താത്ത എന്താ വഴി. ഇത് കുറച്ച് ഓ എനിക്കത് അറിയാം. വലിയ ട്രൈപോഡ് മാനേജർ മതി. അവിടെ ഞാൻ ശരി അവിടെ കടത്തി. അത് വേണ്ട ഏട്ടാ, ഒരു പ്ലേറ്റ് എടുത്ത് തരുമോ കുഞ്ഞിത്? വലിയ മുട്ട നമുക്ക് എടുക്കാം. പ്ലേറ്റ് വേണമായിരുന്നു, ഏട്ടനെടുത്തില്ലേ. നെല്ലിക്ക ഇവിടെ ആലോചിച്ചിരുന്നു ഞാൻ സോഫയിൽ പോവാ. ഇങ്ങനെ പാവം പോലെ ഇരിക്കണം നിങ്ങൾ കണക്കാക്കണ്ട. കഞ്ഞി എല്ലാവരും കുടിച്ചിട്ട് വയറിന് അറിഞ്ഞു വെച്ചിട്ട് ഇരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ കിടന്ന് കരിയുക വേറെ എന്തെങ്കിലും വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട്.
പിന്നെ എന്നിട്ട് എന്താണ് KFC വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിക്കാം. എങ്ങനെ പുലർത്തുക? കല്യാണം കഴിച്ച് കൊണ്ടുപോകണം, കുറച്ച് പാടുപെടും. ഇല്ല, ഞാൻ നോക്കാം എല്ലാരും. അതെ, കണ്ണുകൊണ്ടല്ലേ? ഇല്ല, നന്നായിട്ട് നോക്കാം. പഠിച്ച് ജോലിയായിട്ട് നോക്കണമല്ലായിരുന്നു. ഷുവർ. കുഞ്ഞാവേ ഇവിടെ വന്നിരിക്കും, സെക്കൻഡ് വന്നിരിക്കും. എൻ്റെ കുഞ്ഞാവിനെ കൊണ്ട് പിന്നെ ഒരു ശല്യം ഇല്ല കേട്ടോ. ഈ അവിടെ ഇരുന്നാൽ മതി. അതിനും കൊണ്ട് പിന്നെ ഒരു ശല്യം ഇല്ല കേട്ടോ. അതൊരു പാവാണ്. എനിക്ക് കഞ്ഞി നല്ല അവർക്ക് കോസ്റ്റ്ലി ഐറ്റംസിലേക്കാ കണ്ണ്. എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക, 2000-ന്റെ പാൻറ് 3000-ന്റെ പാൻറ്റൊക്കെ, അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ല. പക്ഷെ വാങ്ങുമ്പോൾ അവള് അങ്ങനത്തേക്ക് വാങ്ങുള്ളൂ. ഇവള് 200-300 വാങ്ങുമ്പോൾ അവള് പക്ഷെ അത് ഉണ്ണി ഇടൂട്ടാ. പക്ഷെ ഫുഡിന് പക്ഷെ അവള് പപ്പട അത് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ പറയാ പപ്പട അത് ആർക്കാ മേടിക്കണേ? അത് രണ്ടാളും യൂസ് ചെയ്യും. അല്ല, വാക്കുട്ടീൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം. വാക്കുട്ടി സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളത് ഉപയോഗിക്കുള്ളൂ, അത് ഓക്കെ. പക്ഷെ വാക്കുട്ടീനെ കൊണ്ട് എനിക്ക് ഒരു ശല്യമില്ല കേട്ടോ. അത് എന്താണോ വീട്ടിലുണ്ടാക്കിയ ഫുഡ് അത് കഴിക്കും. പക്ഷെ ഈ ഇരിക്കണ സാധനം, ഇവള് ഒരു സൈക്കോണ്. അവളെ മാനേജ് ചെയ്യാനേ പറ്റില്ല. ഈ നല്ല എനിക്ക് കഞ്ഞി നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു കഞ്ഞിയൊക്കെ കിട്ടുക എപ്പോഴും കഴിക്കും. അപ്പൊ എപ്പോഴും അത് ഉണ്ടാക്കിട്ട് വെച്ചു. അപ്പൊ എപ്പോഴും വേണ്ട, ഈ കഞ്ഞിയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴേലും ഇരിക്കാൻ പാടുള്ളൂ. എപ്പോഴേലും മതിയോ? എനിക്ക് കഞ്ഞി നല്ല ഇഷ്ടമാട്ടോ. എനിക്ക് കഞ്ഞി പിന്നെ അതിന്റെ കൂടെ മുട്ടയൊക്കെ വറുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ നമുക്ക് കഴിക്കാം. പോട്ടെ, ഇനിയിപ്പോ KFC കൊണ്ടുവന്നില്ലേ? KFC എനിക്ക് കഴിക്കാനേ ഇതില്ല. ഞാൻ എന്റെ മകനെ വിളിക്കട്ടെ കേട്ടോ. ഉണ്ണിച്ചക്ക എന്റെ കുട്ടി KFC വാങ്ങിണ്ട്. കൈ കഴിട്ടോ മോനെ? പൊന്നാ ഇല്ല ഇല്ല, കൈ കഴിയിട്ടില്ല. വേണ്ട വേണ്ട വേണ്ട, അതൊന്നും കുടിക്കാൻ പാടില്ല. സർബത്ത് ഇപ്പോഴാണ് ഉച്ചക്ക് ചോറുണ്ട്. അവര് 8 മണിയാകുമ്പോൾ അടുത്തത് കൊണ്ടാണോ? എന്താ എനിക്ക് വെച്ചിട്ടല്ലേ? എന്താ വെച്ചിട്ടാ? ഞാൻ ഏട്ടനെ വിളിക്കണ്ട അറിഞ്ഞത്. സിനിമ എല്ലാരും കൂടി ഇരിക്കുമ്പോ കുട്ടി ഇതില് ഫുള്ള് കഴിക്കുന്നു. ആരും കൊടുക്കണ്ടാ, ഞാനിതിലും കഴിക്കും. എന്താ തല്ലുകൂടെ കൊണ്ടേ ഫസ്റ്റ് കിട്ടുന്ന വിചാരം. അതിന്റെ ഇടയിൽ കൊണ്ടൊരു പുട്ടച്ചാടാ. നോർമൽ ഒന്നോ കൊടുക്കട ഒന്ന് എടുത്തോ. ടേസ്റ്റ് ഉണ്ടോ? ഒറ്റപ്പാലത്ത് പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാ എന്തും ഓർഡർ ചെയ്താൽ കിട്ടും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാ അവിടെ എന്തും പോകും. അവിടെ അങ്ങനെയല്ല കേട്ടോ. ഫുഡൊക്കെ എത്രയും പെട്ടെന്ന് ഒളിച്ചക്കൻ്റെ അവിടെ ഒന്നും അങ്ങനെ ഇല്ലല്ലോ. പെട്ടെന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്ന സംഭവം എന്നാലും പക്ഷെ അവിടെ ഇല്ല. ഞങ്ങളൊക്കെ അവിടെ വന്നിട്ട് അറിയാലോ. ഓർഡർ ചെയ്യാൻ എത്ര സൗകര്യം ഇല്ല ഒളിച്ചക്ക. അത്ര സൗകര്യം അപ്പൊ എത്രയേ ഉള്ളൂ. ഈ വീട്ടിൽ മയണൈസ് അലോഡ് അല്ല ഗൈസ്. ഹോം മെയ്ഡ് മയണൈസ് ആണെന്ന് ഓക്കെ, പക്ഷെ അത് ഉണ്ടാക്കിയിട്ടില്ല. മോളത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് ഫാൻ ഓഫ് ചെയ്ത് വേണം. അത് വേണ്ട, അത് കണ്ടു മാറ്റിക്ക് മാറ്റി. ആ കുട്ടി പറഞ്ഞ കേട്ടോ, മാറ്റിച്ചോ. അത് കഴിക്കണ്ട പറഞ്ഞിട്ടില്ലേ? നീ ധൈര്യം ഉണ്ടെങ്കിൽ കഴിക്ക്. വേണ്ട വേണ്ട, എനിക്കതൊന്ന് കാണണം. വേണ്ട വേണ്ട, ഈ വീട്ടിൽ മിനിക്കുട്ടി ഉള്ളപ്പോൾ നീ കഴിക്കി. വേണ്ട വേണ്ട വേണ്ട. സമ്മതിക്കൂട്ടോ. കുട്ടി സമ്മതിക്കില്ല.
വേണ്ട 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 വീട്ടിൽ ഉണ്ണി അത് കഴിക്കുന്ന എനിക്കൊന്ന് കാണണം. അവള് പറഞ്ഞോട്ടെ. ഇല്ല ഇതിനെനിക്കത് ഭാഗ്യം. അവരോട് രണ്ടോടും കഴിക്കണത് നടക്കും പാതകമാണതേ. ഫ്രഷായിരിക്കും. കുച്ചു കഴിക്കണോ അമ്മ? കുച്ചു എന്ത് കുച്ചു അമ്മക്ക് കഴിക്കണോ? കഴിച്ചില്ല വേണം വെറുതെ എനിക്ക് സ്ഥലം തരുന്നില്ല. മുന്നിൽ വെച്ചിരിക്കാം അമ്മേ. ഞാൻ വെക്കാൻ പോവാ. ഒന്ന് മുക്കട്ടെ. ഇത് മാറ്റി ഒറ്റ മുക്ക് മുക്കിയവനത്തിന് മുക്കണ്ട. ഇല്ല ബൈ. ഞാൻ ബാഗ് നിർത്തേ എടുക്കേ ബാഗ്. ഇവിടെ രാവിലെ എണിച്ചിട്ട് കേട്ടോ ഇന്നും എനിക്ക് തലവേന കേട്ടോ. 4ാമത്തെ ദിവസം അടുപ്പിച്ച് എനിക്ക് തലവേന. എനിക്ക് ദേഷ്യം വന്നിട്ട് ഇരിക്കുന്നു. അത് ചെയ്തതിന് ശേഷം കൂടി പപ്പ എപ്പോഴും പറയും എന്തെങ്കിലും. പപ്പ എപ്പോഴും പറയും കേട്ടോ കുഞ്ചൂസ് എന്തെങ്കിലും ഒരു മരുന്ന് മരുന്ന് എന്തെങ്കിലും ചെയ്യും. എന്തെങ്കിലും ഇതുപോലെ ഒറ്റമൂലി ആയുർവേദം ചെയ്താണൊക്കെ പിന്നെ തലവേദനകൾ കൂടും. ഈ പിന്നെ എന്തിനാ അത് ചെയ്യണെന്ന് ചോദിക്കും കേട്ടോ. പക്ഷെ തലവേദന മാറുന്നു കേട്ടാ നമ്മൾ എന്തായാലും പോയി ചെയ്യില്ലേ. അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ വേണ്ടിയിരുന്നില്ല എന്നായി ഇപ്പൊ മമ്മ. ഫുൾ ലിപ്സ്റ്റിക് ഇവിടെ. അതെ ശരി ബൈ നോക്കി പോട്ടാ. അല്ല വാവേ വണ്ടി ആവശ്യമുണ്ട്. ഉണ്ണി ഒന്ന് കൊണ്ടുവിടോ കാര്യം പറയില്ലേ. അങ്ങനെയല്ല വണ്ടി ചെറുത് ഫുള്ളുടായിപ്പോട്ട. കുഞ്ഞു പോവുക കുഞ്ഞ് എന്നൊക്കെ പറയും. കയ്യിലിരിക്കുന്ന ഫുള്ളുടായിപ്പ് തരും. ഇന്ന് ചോറ് എടുത്തിട്ടില്ല കേട്ടോ. കാരണം ആ ചേച്ചി വന്നിട്ടില്ല. ഞാനൊരു ദോശ മാത്രമേ ഉണ്ടാക്കി കൊടുത്തുള്ളൂ. എനിക്കാണെന്ന് തലവേദന ഗുളിക കഴിച്ചിട്ട് വയറൊക്കെ വേദനിച്ചിട്ട് ഞാനിപ്പോ എണീറ്റതേ ഉള്ളൂ കേട്ടോ. കയറുംപാറ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. കണ്ട ഇന്നും നോക്കുപ്രതിനെ പോലെ നിൽക്കുന്നത്. ദിവസവും സുട്ടപ്പന എടുക്കാനൊന്നും പറ്റില്ല. സുട്ടപ്പന കഴിക്കുവോ? ഞാൻ പറഞ്ഞിട്ടില്ലേ കുളിച്ചിട്ടില്ല അപ്പൊ എവിടേക്കും പോകുമ്പോ നീ ഈ കുളിച്ചോ? അപ്പൊ എന്റെ കളറും പോവില്ല ഈ ദിവസം കുളിച്ചാ. നമ്മള് മനുഷ്യന്മാരല്ലേ. അവന് മനുഷ്യൻ തന്നെ. അവന് മനുഷ്യനായിട്ട് കാണാൻ മാത്രം കൊണ്ടുപോയാൽ മതി. മനുഷ്യൻ സുട്ടപ്പൻ ഇന്നെന്തിനാ പോണത്? ഇന്നും പ്രൊജക്ടിന്റെ ബാക്കി ഫൈനൽ കോപ്പി സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് കോളേജിലേക്ക് പോകണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെയും തലവേദന 4 ദിവസം അടുപ്പിച്ച് തലവേദന വന്നോണ്ടത്. വേറെ അടുത്ത ദിവസം കേട്ടോ. ഇന്നലെ പറഞ്ഞത് വേറെ ഇത്. ഇപ്പോൾ 4-5 ദിവസമായിട്ട് എനിക്ക് അടുപ്പിച്ച് തലവേദന കേട്ടോ. എന്താ ചെയ്യാ. ഹലോ ഗൈസ്, ഉച്ചയ്ക്ക് 2 മണി. രാവിലെ എല്ലാവരും കഴിച്ചു, പരിപാടികളൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മള് ഫസ്റ്റ് കിടക്കുവാണ്. മറ്റേ ഉച്ചയായിട്ടോ 2 മണി. എന്താ എല്ലാവരും അതെ നമ്മുടെ റൂമിൽ AC ഒക്കെ ഇട്ട് ഭയങ്കര ചൂടല്ലേ പുറത്ത്. AC ഒക്കെ ഇട്ട് റൂമിൻ്റെ മുകളിൽ ഒന്ന് മത്തി അടിക്കുക പോലെ കിടക്കുന്നുണ്ട്. മമ്മിക്ക് ഇന്ന് വയ്യ, അതുകൊണ്ട് മമ്മി ഇന്ന് നീറ്റിട്ടില്ല. ഞാൻ മമ്മിക്ക് വാരി കൊടുക്കുക ചെയ്തേ. അപ്പം എല്ലാവരും മമ്മീനെ കിച്ചു നീ എന്താ എന്റെ മമ്മയുടെ അടുത്ത് എനിക്ക് സ്ഥലം തരാത്ത. കിച്ചുന്റെ എയർപോർട്ട് മാത്രം കിച്ചുന്റെ എയർപോർട്ട് മാത്രം കണ്ടു. കിച്ചു ഒരു ഹൈ വര കണ്ടോ. 3 അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഒന്ന് നോക്കിയപ്പോഴേ ഒന്നിന്റെ മേലെ ഒന്നായിട്ട് മത്തി അടിക്കുക പോലെ ഉണ്ട്. അവേ പണിയൊന്നുമില്ല എനിക്ക്. ടുഡേ സൺഡേ ഫണ്ടേ അല്ലേ. ഈ ഏട്ടന് തന്നെ പണി കഴിച്ച് ഇങ്ങനെ മനന്നനിരിക്കും. മനന്നനിരുന്നിട്ട് അല്ലേ എന്നിട്ട് നിഷ്കളങ്കനെ പോലെ കിടക്കണുണ്ടോ. ഓ ഒന്നും അറിഞ്ഞിട്ടില്ല കൊച്ച്. ഈ ഒന്നും ഇല്ലെങ്കിൽ ഈ സാധനം എപ്പോഴും ചെവിയിലുണ്ടാവും. ഇത് എന്തിനാണാവോ വെക്കണേ? അത് പപ്പട കേട്ടോ. പപ്പട ഓർമ്മയ്ക്ക് വേണ്ടി വെക്കണ തോന്നുന്നുണ്ട്. ഓക്കെ നമ്മൾ കുറച്ചു നേരം കിടക്കാം. എന്നിട്ട് നമുക്ക് വൈകിട്ട് ഓക്കെ ഗേസ് നമുക്ക് കുറച്ചു നേരം കിടക്കാം. എന്നിട്ട് വൈകിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവാം. നമ്മൾ എപ്പോൾ പോകുമ്പോഴും അത് വാവക്കുട്ടി ഉണ്ടാവാറില്ല. അപ്പം ഇന്ന് വാവക്കുട്ടീനെ വലിച്ചുകൊണ്ട് പോകണം. അയ്യോ ഇന്നലെ ആണെങ്കിൽ വാവക്കുട്ടീനെ കൊണ്ടുപോയിരുന്നു സെറ്റ്. അപ്പം ഞാനും കിച്ചും പോകും.
ഇവിടെ മമ്മിയുടെ അടുത്ത് അവൾക്കൊരു അപ്പം മമ്മിയുടെ അടുത്ത് അവൾക്കൊരു സ്നേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഉണ്ണിയുടെ അടുത്ത് പോട്ടെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ വീഴും. ഞാൻ പിന്നെ നല്ല രീതിയിൽ സ്നേഹിക്കും പരിപാലിക്കുകയും ചെയ്യും. അതുകൊണ്ട് കുഴപ്പമില്ല. കെട്ടിപ്പിടിച്ചോ ചീച്ചോട്ടി പറഞ്ഞു കൊറേ നേരായിട്ടാ കേട്ടാ പോട്ടാ കേട്ടാ പോട്ടാ പറഞ്ഞോണ്ടിരിക്കണു. കൊറേ നേരായിട്ടാ കേട്ടാ പോട്ടാ. ചോറിന് ഏട്ടൻ്റെ അടുത്താണ് ചോറിന്റെ താക്കോല്. ഇപ്പൊ ദിവസം ഇല്ലേ ഏട്ടനാണ് വാരി കൊടുക്കല്. അതുകൊണ്ട് ഇപ്പൊ കഴിക്കാൻ മടിയേ എന്ന് വെച്ചാൽ ടേസ്റ്റ് തോന്നുന്നില്ല. അപ്പൊ ഇപ്പൊ എന്താ പറയാ, ഇന്നലെ ഏതോ വീഡിയോയില് കമന്റ് കണ്ടിരുന്നു, വാവുകുട്ടിക്ക് ചോറ് വാരി കൊടുക്കണം കണ്ടിട്ടാണ് എനിക്ക് ഇതായത് ആ വീഡിയോയിലേക്കാളെന്ന് പറഞ്ഞു. ഇവിടെ ദിവസം തന്നെ പണി, ദിവസം ആ ചെക്കനെ ചോറ് വാരി കൊടുക്കണത്. ഏട്ടനാണെങ്കിൽ പറഞ്ഞു വാരത്തേം ചെയ്യും. ഉണ്ണി വാരത്തരാ പറഞ്ഞാൽ കൂടി എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താ പറയാ, അവള് ചൊത്തിയിട്ട് തരിക. പക്ഷെ മമ്മിയും ഏട്ടനൊക്കെ വാരത്തരുന്നത് എങ്ങനെയാ വെച്ചാൽ, മമ്മിയൊക്കെ വാരത്തരുമ്പോൾ നമ്മള് ടേസ്റ്റ് ഇല്ലാത്ത എന്തെങ്കിലും ആണെങ്കിൽ കൂടി നമ്മൾ ടേസ്റ്റോടെ കഴിക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. അതേപോലെ തന്നെ ഏട്ടനും വരുത്തില്ല. അപ്പൊ നല്ല ടേസ്റ്റ് സുഖം. അത് മേലനങ്ങണ്ട, വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാം. വാരി കഴിക്കണോ? ഇവിടെ ഒരാളെ മടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഏട്ടാ ഓടിച്ചാടി വാ. അവൻ എങ്ങനെ സൊള്ളിയും കൊണ്ട് ഇരിക്കണി? ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ട്. അതെ, വെറുതെ പറയാ, വന്ന ഉടനെ കിട്ടും. ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല. എടാ എനക്ക് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ട് പറയാ. ഫ്രണ്ടിക്ക് നിക്കാൻ അങ്ങോട്ട് നിക്കാണ് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ട് പറയാ. ഞാൻ പറഞ്ഞു ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല, സെറ്റാക്കാൻ നോക്കണേള്ളൂ പറഞ്ഞു. ഉണ്ണിച്ചക്കൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കണം. ഉണ്ണിച്ചക്കന് ഞാൻ ഉണ്ണിച്ചക്കാന്ന് വിളിക്കണോണ്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഞാൻ ഉണ്ണിച്ചക്കാന്ന് വിളിച്ചില്ലെച്ചാലാണ് അവന് പ്രശ്നം. എന്തോ മേമയ്ക്ക് പ്രശ്നമുണ്ട് എന്ന്. ഇന്നൊരു കമന്റ് കണ്ടു ഉണ്ണിച്ചക്ക. ഇന്നൊരു കമന്റ് കണ്ടേ, എന്താ ഉണ്ണിച്ചക്കാന്ന് എന്താ വിളിക്കണത്, അത് മോശായി, ആ കുട്ടി വലുതായില്ലേ, ആ കുട്ടി വലുതായി. അല്ലേ, ആ കുട്ടി വലുതായില്ലേ, ഇനി അതിന് നാണക്കട ഉണ്ടാവും, വളരെ മോശമാണ്, ഇനി അത് നിർത്തിക്കോണെന്ന് വിളിക്കണത്. അങ്ങനെ പറയാ, എനിക്കറിയില്ല. മക്കൾ എത്ര വലുതായാലും അല്ലേ, മക്കൾ എത്ര വലുതായി അമ്മമാർക്ക് കുട്ടികൾ തന്നെയാണ്. ആ കുഞ്ഞാവേന്ന് വിളിക്കുക. ആ ഇപ്പോഴും അവന്റെ മമ്മി അവനെ കുഞ്ഞാവേന്ന് വിളിക്കുക. ആ അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്ര മക്കള് വലുതായാലും നമ്മൾ എത്ര മക്കള് വലുതായാലും നമ്മൾ ആ പേരൊന്നും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളെ തെറ്റായ ധാരണയാണ്. ഇനി അങ്ങനെയുള്ള ആലോചനയും ചിന്തയൊന്നും വേണ്ട കേട്ടോ. ഇപ്പൊ ചോറെടുത്തിട്ട് വരുമോ? ചെക്കന് ഈ പെണ്ണുങ്ങളെ കൂടി തല്ലുണ്ടാക്കാണ് കേട്ടോ. ചെക്കൻ ഭാവിക്കുള്ള തക്കുട് പറയുമ്പോൾ ചാപ്പാട് എത്തിയിട്ടുണ്ട്. ഭാവിന് ഞാൻ ചിക്കൻ കറി പണ്ട് നൂല് പോലെയല്ല, പേപ്പർ പോലെയുള്ള ഭാഗം ഞങ്ങക്ക് പണ്ട്. അത് എത്ര വയസ്സിലാ? 6-7 വയസ്സിലൊക്കെ. പണ്ട് ഏട്ടൻ നല്ലൊരു ഉണ്ടക്കുട്ടപ്പനായിരുന്നു. എത്ര വയസ്സിലാണ്? ദിവസം അവിടെ പണി എന്താ വെച്ചാ ഒരു ദിവസം ഒന്നുമില്ല. അതെ, ഞങ്ങള് വിചാരിച്ചു പീരീഡ്സ് ആയ ദിവസത്ത് മാത്രമാണ് ഉണ്ണിച്ചക്കൻ വാരി കൊടുത്തെന്ന്. ദിവസം ഡാ ചോറ് വരുത്താടാ അങ്ങനെ പറയാ. അല്ലാതെ ഏട്ടാ ചോറ് വരുത്തരുന്നൊന്നല്ല ചോദിക്കുക. ഡാ ഇവിടെ വാടാ, ഇവിടെ വാടാ അവിടെ പറയാ. അതുപോലെ അവളുടെ റൂമിൽ എന്തിനും പോയി കടക്കടാ പുറത്ത് എന്താണ്ടാ നിനക്ക് ഇവിടെ ചോദിക്കും. അതിനൊക്കെ ചോദിക്കുള്ളൂ. ഭാവി ഉണ്ണിച്ചക്കനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്.
അതാണ് അവർ ഒരുപോലെ ഇരിക്കണം കേട്ടോ. എന്ത് ബന്ധം മമ്മി? ആത്മബന്ധം. ബന്ധം മീൻസ് ഞാൻ പറഞ്ഞത് ഉണ്ണിച്ചക്കനും പോലെയല്ല. ഭാവി ഉണ്ണിച്ചക്കൻ എത്ര അടി ഉണ്ടാക്കിയാലും അവർക്ക് തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഞാനും ഭാവിയാണ് ആ വയറ്റിൽ പറഞ്ഞത്. പിന്നെ കളിയാക്കാറില്ലേ? അല്ല, അതാണ് സംഭവം. ഇല്ല, അവിടെ നിക്കുന്നിട്ട് ഇത് ഞാൻ വല്യമ്മയ്ക്ക് അയച്ചു കൊടുക്കൂട്ടോ. വലിയമ്മ എന്താ വീട് കാണൂല്ലോ, എന്താ അയക്കാനുള്ളത് അല്ലേ ഭാവേ? അതെ, വീട് കാണൂല അവരൊക്കെ. വൈകുണ്ഠപരി ഓർമ്മയുണ്ടോ? ശരി, എന്നാ ഒരു ഫുഡ് കൊടുക്കട്ടെ, ചോറ് കൊടുക്കട്ടെ. അത് വെച്ചോ, പോക്കി പോക്കി കഴിച്ചു. അല്ലേ അവിടെ ചേറിട്ടിരുന്നോ? എന്നൊക്കെ കഴിച്ചേണ്ട കൊടുക്കണിച്ചക്ക. അങ്ങനെ കഴിക്കാതെ ചിരിക്കണ്ട.